ഹായ് കൂട്ടുകാരെ, ഞാൻ ഉണ്ടാക്കുന്നത് ഞണ്ട് കറിയാണ്. കടൽ ഞണ്ട് കറി തേങ്ങ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെക്കായി 1 കിലോ ഞണ്ടാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അതിന് തോടൊക്കെ കൈകൊണ്ട് പറിച്ചെടുക്കുകയാണ്. നല്ല കട്ടിയാണ് തോടിനൊക്കെ. നമ്മൾ കൈകൊണ്ട് പറിച്ചെടുക്കണം. കത്തി കൊണ്ടൊന്നും പറിച്ചാൽ കിട്ടത്തില്ല. എല്ലാം നന്നായി പറിച്ച് ചെകിള കണ്ടോ, കറുത്ത കളർ കാണുന്നതിന് ചെകിളയാണ്. അതിനെ കൈകൊണ്ട് തന്നെ നമ്മൾ പറിച്ചെടുക്കണം. കണ്ടോ, നന്നായിട്ട് പറിച്ചെടുക്കണം. കണ്ടോ, കാണുന്ന എല്ലാം മാറ്റി കളയണം. അതിനുശേഷം നമ്മൾ 2 വെള്ളത്തിൽ കഴുകണം. 2 പ്രാവശ്യം കഴുകിയെടുക്കണം. ഒത്തിരി പ്രാവശ്യം കഴുകുമൊന്നും വേണ്ട കേട്ടോ, ടേസ്റ്റ് എല്ലാം പോവും. 1 കിലോ ഞണ്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 കിലോ കടൽ ഞണ്ടാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, സോഡിയം റിച്ചാണ്. കണ്ടോ, 1 കിലോ ഞണ്ട് ക്ലീൻ ചെയ്തെടുത്തു. ഗരം മസാലയ്ക്ക് വേണ്ട ഐറ്റംസാണ് കണ്ടത്. തേങ്ങ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് വറക്കുകയാണ്, എണ്ണയും വറുത്തെടുക്കുകയാണ്. കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വറക്കുകയാണ്. പിന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടി ഒന്ന് ഇളക്കുകയാണല്ലേ, കരിഞ്ഞു പോവും. ഞാൻ ഒരുപാട് വറുത്തെടുക്കുന്നില്ല. ചിലരൊക്കെ ഒരുപാട് ഇങ്ങനെ വറുത്ത് കറുപ്പ് നിർത്തിയെടുക്കും. അത്ര എടുക്കുന്നത് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയും വറുത്ത് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി വഴറ്റിയെടുക്കാനുള്ള സാധനം കാണുന്ന ഇഞ്ചി, പച്ചമുളകും, ചെറിയ ഉള്ളി, തക്കാളി, സവോള, വെളുത്തുള്ളി എല്ലാം പാത്രത്തിൽ എടുത്ത് അതിൽ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുകയാണ്. നന്നായി വഴറ്റിയെടുക്കുകയാണ്. കാരണം അതിൻ്റെ പച്ച ചൊവയും മണവും ഒക്കെ മാറണം. ആ ടേസ്റ്റില്ല, പച്ച ടേസ്റ്റ് അത് മാറണം. അതിനാണ് എണ്ണയെ നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, പറയേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പൊടികളൊക്കെ നമ്മൾ എണ്ണ വഴറ്റിയെടുത്താലാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരിക. കണ്ടോ, പിന്നെ ഉള്ളി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് തക്കാളിയുടെ ആഡ് ചെയ്ത് ഇളക്കിയെടുക്കുകയാണ്. നന്നായി വഴറ്റിയെടുക്കണം. ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മളിനി കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അധികം എരിവ് വേണ്ട, അതുകൊണ്ട് 1 സ്പൂൺ ഇട്ടിട്ടുള്ള മുളക് പൊടി. ഇതെല്ലാം കൂടി നമ്മളിനി വഴറ്റിയെടുക്കണം. നന്നായിട്ട് എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കണം. ഗരം മസാലപ്പൊടിയാണത്. ഇനി കാണുന്നതാണ് കുരുമുളക് പൊടിയാണ്. ഗരം മസാലക്കൂട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതെല്ലാം അരച്ച് വെച്ച തേങ്ങ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരുപാട് ചാറാക്കുന്നില്ല, കൊഴുപ്പിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ നല്ല ലൂസാക്കാം. ഞാൻ ഒരുപാട് ലൂസാക്കിയിട്ടില്ല. കണ്ടോ, കാരണം ഒത്തിരി ആളുകളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് കുറച്ചുകൂടെ ചാറൊക്കെ വേണം. അല്ലെങ്കിൽ ഉപ്പൂടെ ചേർക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി വേണേൽ ഉണ്ടാക്കാം. ഇപ്പം കുറച്ച് കൊഴുത്തായിരിക്കുന്നത് കേട്ടോ, നമുക്കിങ്ങനെ മതി, അതുകൊണ്ടാണ്. പിന്നെ ഞാനിതിലേക്കായിട്ട് 2-3 ഏലക്കായ എടുത്തിരുന്നു. ജാതിക്ക, അതിൻ്റെ 4 ജാതിക്കയോടെ പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഗരം മസാലക്കൂട്ടിൽ അതെല്ലാം ഉണ്ട്. ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. കുറച്ച് 2 സ്പൂൺ പെരുംജീരകം, കറുവപ്പട്ട, 4-5 ഗ്രാമ്പൂ, പിന്നെ 3 ഏലക്ക, ജാതിക്കയുടെ 4 എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ പൊടിച്ചാണ് എൻ്റെ ഗരം മസാല. ഞാൻ നോൺ വെജിനെല്ലാം ഗരം മസാല ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ നോൺ വെജിനൊക്കെ ഏലക്ക ചേർത്താൽ വളരെ ടേസ്റ്റുണ്ട്. ഒരുപാടാകാൻ പാടില്ല, 3 4 1 കിലോ പന്നിയിറച്ചിക്കെല്ലാം 3 ഏലക്ക ചേർത്താൽ വളരെ ടേസ്റ്റാണ്. കറുവപ്പട്ട, ഗ്രാമ്പൂവിൻ്റെ കൂട്ടത്തിൽ 3 ഏലക്കയോടെ ചേർത്ത് വളരെ ടേസ്റ്റാണ്. കണ്ടോ, ഇവിടെ നമ്മുടെ ഞണ്ട് കറി റെഡി ആകുന്നുണ്ട്. 15 to 20 മിനിറ്റ്സ് വെന്താൽ മതി. അധികം വേവൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സോഡിയം റിച്ച് ആണിത്. എല്ലാവരും